ഹായ് ഗൈസ്, വെൽക്കം ടു വീല്. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് നടന്നതിനെ തുടർന്ന് പ്രപഞ്ചത്തിൽ ഒരേ തോതിൽ എന്നാൽ നേരെ വിപരീത ഗുണമുള്ള രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങൾ രൂപം കൊണ്ടുവന്നു. മാറ്ററും അതുപോലെ ആൻറ്റി മാറ്ററും. ബിഗ് ബാങ് നടന്ന് ഏതാനും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവയിലൊന്നായ ആൻറ്റി മാറ്റർ നശിച്ചു പോകുകയും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, നക്ഷത്രങ്ങളും ഗാലക്സികളും നിങ്ങളും ഞാനുമെല്ലാം പൂർണ്ണമായും മാറ്ററിനാൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇതിനെ തുടർന്ന് ശാസ്ത്രലോകത്തെ കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യവും രൂപം കൊണ്ടുവന്നു. ബിഗ് ബാങ്ങിനെ തുടർന്ന് ഒരേ തോതിൽ രൂപം കൊണ്ടുവന്ന ഇവയിൽ എന്തുകൊണ്ട് മാറ്റർ മാത്രം സർവൈവ് ചെയ്യപ്പെടുകയും ആൻറ്റി മാറ്റർ ഏതാണ്ട് തന്നെ പൂർണ്ണമായും അപ്രത്യക്ഷമാകപ്പെടുകയും ചെയ്തു എന്നത്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം രൂപം കൊണ്ടുവന്നിട്ടുള്ളത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ തുടങ്ങിയ കണികകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഇവയെയാണ് നാം മാറ്റർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിന് നേരെ വിപരീത ഗുണമുള്ള മറ്റൊന്നുകൂടിയുണ്ട്. ഇലക്ട്രോണിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവ് ചാർജുള്ള പോസിട്രോണും ന്യൂട്രോണിൻ്റെ സ്ഥാനത്ത് ആൻറ്റി ന്യൂട്രോണും പ്രോട്ടോണിൻ്റെ സ്ഥാനത്താകട്ടെ നെഗറ്റീവ് ചാർജുള്ള ആൻറ്റി പ്രോട്ടോൺസിനാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങൾ. ഇവയെയാണ് നാം ആൻറ്റി മാറ്റർ എന്ന് വിളിക്കുന്നത്. പരസ്പരം നേരെ വിപരീത ഗുണമുള്ളതിനാൽ തന്നെ ഇവ പരസ്പരം ഒത്തുചേരുകയാണെങ്കിൽ അനിലേഷൻ നടക്കുകയും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc² ഇക്വേഷൻ അനുസരിച്ച് വലിയ തോതിൽ ഊർജം പുറത്തു വരികയും ചെയ്യും. ഇവ രണ്ടും തമ്മിലുള്ള ഈ അടുത്ത ബന്ധം കൊണ്ട് തന്നെയാണ് നമ്മുടെ ശാസ്ത്രലോകം ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ ആദ്യ നാളുകളിൽ ഇവ രണ്ടും ഒരേ തോതിലാണ് രൂപം കൊണ്ടുവന്നിരുന്നു എന്നത്. പക്ഷെ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് നടന്ന സമയം, ഈ പ്രപഞ്ചം രൂപം കൊണ്ടുവന്ന ആ സമയത്ത് ഇവ രണ്ടും ഒരേ തോതിലായിരുന്നു രൂപം കൊണ്ടുവന്നിരുന്നത് എങ്കിൽ മാറ്ററും ആൻറ്റി മാറ്ററും പരസ്പരം കണ്ടുമുട്ടുകയും അനിലേഷൻ നടക്കുകയും നമ്മുടെ ഈ പ്രപഞ്ചം പൂർണ്ണമായും റേഡിയേഷൻ്റെ രൂപത്തിൽ അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കലും ഒരു നക്ഷത്രമോ ഗാലക്സികളോ ഒന്നും രൂപം കൊള്ളുകയുമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഈ നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം രൂപം കൊണ്ടുവരുവാനുള്ള ഈ പദാർത്ഥങ്ങൾ എവിടെ നിന്ന് വന്നു? അങ്ങനെയുള്ള ഈ ഒരു കോസ്മിക് പസിലിനെയാണ് ബാരിയോൺ അസിമെട്രി എന്ന് വിളിക്കുന്നത്. അങ്ങനെ അനേകം പതിറ്റാണ്ടുകളായി ഉത്തരം നൽകപ്പെടാതിരുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് 1964 CP വയലേഷനെ മുൻനിർത്തിയായിരുന്നു. CP വയലേഷനെ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം: നിങ്ങൾ നിങ്ങളുടെ ഇരു കാലുകളിലും ഒരു ഫുട്ബോൾ ഷൂ അണിയുക, എന്നിട്ടൊരു മിററിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുക. മിററിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഇടത്തെ കാലെ കാണുക നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വലത്തെ കാലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആ മിററിൻ്റെ മുന്നിൽ നിന്ന് മാറി നിങ്ങളുടെ വലത്തെ കാലുകൊണ്ട് ഒരു പന്തിനെ വളരെ ശക്തമായി ഒന്ന് കിക്ക് ചെയ്യുക. ഇനി അതേ കാര്യം തന്നെ നിങ്ങളൊരു മിററിൻ്റെ മുന്നിൽ വന്നും ചെയ്യുക. മിററിൽ നിങ്ങളുടെ വലത്തെ കാലെ കാണുക നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഇടത്തെ കാലായിരിക്കും. അങ്ങനെ മിററിൽ കാണുന്ന വലത്തെ കാലായ നിങ്ങളുടെ ഇടത്തെ കാലുകൊണ്ട് അതേ പന്തിനെ വളരെ ശക്തമായി തൊഴിയുക. മിററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് വലത്തെ കാലുകൊണ്ട് തന്നെയാണല്ലോ, കാരണം മിററിലെ വലത്തെ കാല് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇടത്തെ കാലുകൊണ്ടാണ്. ഇനി ഈ രണ്ട് സമയത്തും രൂപം കൊണ്ടുവന്ന എനർജി നോക്കുക. അതായത് മിററിൻ്റെ പുറത്തു നിന്നും നമ്മൾ വലത്തെ കാലുകൊണ്ട് കിക്ക് ചെയ്ത സമയത്ത് രൂപം കൊണ്ടുവന്ന എനർജിയും, ഇനി ഒരു കണ്ണാടിയുടെ മുന്നിൽ കണ്ണാടിയുടെ വലത്തെ കാലായ നമ്മുടെ ഇടത്തെ കാലുകൊണ്ട് കിക്ക് ചെയ്ത സമയത്ത് രൂപം കൊണ്ടുവന്ന എനർജിയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സമയത്തും രൂപം കൊണ്ടുവന്ന എനർജി രണ്ട് വ്യത്യസ്ത തോതിലായിരിക്കും. കാരണം ഈ രണ്ട് കാലുകൾക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത തോതിലായിരിക്കും. പക്ഷെ രണ്ട് സാഹചര്യത്തിലും നമ്മൾ കാണുന്നത് വലത്തെ കാല് തന്നെയായിരിക്കും. ഇതിനെ നമുക്ക് വളരെ ചുരുക്കത്തിൽ CP വയലേഷൻ എന്ന് പറയാം. നമുക്ക് കാണുമ്പോൾ ഇവ രണ്ടും ഒന്നായി തോന്നുമെങ്കിലും ഇവ രണ്ടിലും വഹിക്കുന്ന ഊർജം രണ്ട് വ്യത്യസ്ത തോതിലായിരിക്കും. അതായത് മാറ്ററും ആൻറ്റി മാറ്ററും പരസ്പരം നേരെ വിപരീതമാണെങ്കിലും അവ പരസ്പരം നശിച്ചു പോയ സമയം അതിൽ മാറ്ററിന് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുകയും, അതായത് ഓരോ ബില്യൺ മാറ്റർ ആൻറ്റി മാറ്റർ പെയറുകൾ നശിച്ചു പോയ സമയം ഒരു മാറ്റർ മാത്രം സർവൈവ് ചെയ്യപ്പെടുകയും ചെയ്തു.
അങ്ങനെ ഓരോ തവണയും സർവൈവ് ചെയ്യപ്പെട്ട ഈ പാർട്ടിക്കിളുകൾ കൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നായിരുന്നു അവർ നൽകിയ ആദ്യ വിശദീകരണം. പക്ഷേ CPU വയലേഴ്സിൻ്റെ ഈ സ്റ്റാൻഡേർഡ് മോഡലിന് മുകളിൽ പിന്നെയും അനേകം ചോദ്യങ്ങൾ ബാക്കിയായി വന്നു. 1 ബില്യൺ പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ പെയറുകൾ നശിച്ചു പോയപ്പോൾ മിച്ചം വന്ന ഒരു പാർട്ടിക്കിൾ എന്ന തോതിലാണ് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചം മുഴുവൻ രൂപം കൊണ്ടിരുന്നത് എങ്കിൽ അതിന് മാത്രമുള്ള മാറ്റർ അന്നവിടെ സർവൈവ് ചെയ്യപ്പെട്ടിരുന്നോ എന്നതായിരുന്നു ആദ്യം ഇതിനു മുകളിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളിലൊന്ന്. അപ്പോൾ CPU വയലേഷൻ മാത്രമാകില്ല, മറ്റെന്തോ ഒന്നുകൂടി അതിന് പിന്നിൽ കാരണമായി മാറിയിട്ടുണ്ടാകാം എന്നൊരു കൂട്ടർ ശക്തമായി തന്നെ വാദിച്ചു. പക്ഷെ അത് എന്താണ് എന്ന് ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഉത്തരം ഇന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇതിനുള്ള ഉത്തരം ലാർജ് ഹാഡ്രോൺ കൊളൈഡേഴ്സിലും ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ന്യൂട്രോൺ എക്സ്പെരിമെൻറ്റുകളിലെല്ലാം നമ്മൾ ഇന്നും തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റർ ആൻറ്റിമാറ്റർ അസിമിട്രിയുടെ ആദ്യ വീഡിയോ മാത്രമാണിത്. ഇനി വരുന്നൊരു വീഡിയോയിൽ നമുക്ക് ആൻഡ്രേ സക്കറോവിൻ്റെയും അതുപോലെ തന്നെ കയോൺസും ബി മീസോൺസും വെച്ചുകൊണ്ട് ഇതിനെ നമുക്ക് കുറച്ചും കൂടി സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ നമുക്ക് തുടക്കത്തിൽ തന്നെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയോൺസും ബി മീസോൺസും അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പകരമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു മിറർ വെച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. രണ്ടും തിയറിറ്റിക്കലി മനസ്സിലാക്കുവാനായിട്ട് ഒരേ കാര്യം തന്നെയാണ്, പക്ഷേ ടെക്നിക്കലി അത് പറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഞാൻ നൽകാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.